നമസ്കാരം. ഇൻസിറ്റിവി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൌക്കത്തിന് ജയം. 11,077 വോട്ടിന്റെ ഭൂരിപക്ഷം. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ദേശീയപാത ആമ്പല്ലൂരിൽ വൻ ഗതാഗതക്കുരുക്ക്. തിങ്കളാഴ്ച രാവിലെയും വാഹനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്ന അവസ്ഥ. ചെങ്ങാലൂർ ശാന്തിനഗറിൽ കനാലിന്റെ വശം ഇടിഞ്ഞതോടെ സ്വകാര്യ വ്യക്തിയുടെ വീട്ടുമതിൽ തകർന്നു. മഴക്കാലമായതോടെ കൊടകര വെള്ളിക്കുളങ്ങര പൊതുമരാമത്ത് റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷം. അധികൃതരുടെ അനാസ്ഥയാണെന്ന് നാട്ടുകാർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യടൻ ഷൌക്കത്തിന് ജയം. UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൌക്കത്തിന് 11,077 വോട്ടിന്റെ ഭൂരിപക്ഷം. UDF സ്ഥാനാർത്ഥി ഷൌക്കത്തിന് 69,932 വോട്ടും LDF സ്ഥാനാർത്ഥി M സ്വരാജിന് 59,140 വോട്ടും PV അൻവറിന് 17,873 വോട്ടും NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജിന് 7,593 വോട്ടും ലഭിച്ചു. 9 വർഷത്തിനു ശേഷമാണ് മണ്ഡലത്തിൽ UDF വിജയിക്കുന്നത്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ഇതിനു മുൻപ് UDF വിജയിച്ചത്. ഇടത് സ്ഥാനാർത്ഥിയെ വിജയിച്ച PV അൻവർ രാജിവെച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. തൃശൂർ DCCക്ക് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. സ്വരാജ് റൌണ്ട് ചുറ്റിയ ആഹ്ലാദ പ്രകടനം കോർപ്പറേഷന് മുൻപിൽ സമാപിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയുടെ വിജയത്തോടനുബന്ധിച്ച് പുതുക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുക്കാട് സെന്ററിൽ ആഹ്ലാദ പ്രകടനം നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ, പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, DCC സെക്രട്ടറി സെബി കൊടിയൻ, UDF കൺവീനർ സോമൻ മുത്രത്തിക്കര, ഷാജു കാളിയങ്കര, KJ ജോജു, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് രജനി സുധാകരൻ, ബ്ലോക്ക് സെക്രട്ടറിമാരായ വർഗീസ് തെക്കേത്തല, സ്റ്റാൻലോ ജോർജ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജസ്റ്റിൻ ആറ്റുപുറത്ത്, പ്രീതി ബാലകൃഷ്ണൻ, രതി, ആൻസി, ജോബി, ലാൽ എന്നിവർ നേതൃത്വം നൽകി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൌക്കത്തിന്റെ വിജയത്തിൽ കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റി ആഹ്ലാദ പ്രകടനം നടത്തി. KM ബാബുരാജ്, സുധൻ കാരയിൽ, TS രാജു, ഷാജു കാളിയങ്കര, KK ജോജു, രജനി സുധാകരൻ, വർഗീസ് തെക്കേത്തല, സതി സുധീർ, രതി ബാബു, പ്രീതി ബാലകൃഷ്ണൻ, ആൻസി ജോബി, ജസ്റ്റിൻ ആറ്റുപുറം എന്നിവർ നേതൃത്വം നൽകി. നിലമ്പൂരിൽ വിജയിച്ച UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൌക്കത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് INTUC അളഗപ്പ നഗർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ INTUC കോൺഗ്രസ് പ്രവർത്തകർ സംയുക്തമായി വിജയാഘോഷം സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് പാറേക്കാടൻ നേതൃത്വം നൽകി. ആന്റണി കുറ്റുകാരൻ, ജിജോ ജോൺ, ജിമ്മി മഞ്ഞളി, രാധാകൃഷ്ണൻ, സുന്ദരൻ, മനോജ് കുമാർ, ഷാജി കൊട്ടേക്കാടൻ, പോൾസൺ, ജെൻസൺ കണ്ണാത്ത്, സിജോ പുന്നക്കര, ജോൺസൺ തളിയപ്പറമ്പിൽ, ഹനീഫ, ഹരൺ ബേബി, വിൽസൺ, അന്തോണി, ആൽബിൻ സ്റ്റാൻലി, അഭിഷേക്, അതുൽ എന്നിവർ സന്നിഹിതരായി. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ദേശീയപാത ആമ്പല്ലൂരിൽ വൻ ഗതാഗതക്കുരുക്ക്. തിങ്കളാഴ്ച രാവിലെയും വാഹനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്ന അവസ്ഥയിലായിരുന്നു. 1 മണിക്കൂർ വരെ കാത്തുകിടക്കേണ്ട സ്ഥിതിയുണ്ടായിരുന്നു. വലിയക്കര ടോൾ പ്ലാസയും മറികടന്ന വാഹനനിര നീണ്ടു. ആമ്പല്ലൂരിൽ വാഹനങ്ങൾ കുരുക്കിൽപ്പെട്ടതോടെ സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ കല്ലൂർ വഴിയെയും ഇട റോഡുകളെയും ആശ്രയിച്ചു തുടങ്ങി. ഇതോടെ കല്ലൂർ റൂട്ടിലും ചെറിയ തോതിൽ ഗതാഗതക്കുരുക്ക് ഉണ്ടായി. വിദ്യാർത്ഥികളും ജോലിക്കായി പോകുന്നവരടക്കം നിരവധി യാത്രക്കാരാണ് യാത്രാ ദുരിതത്തിൽ വലഞ്ഞത്. സ്വകാര്യ ബസ്സുകൾക്ക് സമയത്തെത്താൻ സാധിക്കാത്ത അവസ്ഥയായിരുന്നു. അവധി ദിവസം പിന്നിട്ട ദിനങ്ങളിൽ ദേശീയപാതയിൽ വാഹനങ്ങൾ കുടുങ്ങുന്ന അവസ്ഥ പതിവ് കാഴ്ചയാണ്. കൂടാതെ ഒരു മഴ കൂടി പെയ്താൽ ദേശീയപാത സ്തംഭിക്കും. കഴിഞ്ഞ 9 മാസമായുള്ള യാത്രാ ദുരിതത്തിന് കൃത്യമായ പരിഹാരം കാണാത്തത് അധികൃതരുടെ അനാസ്ഥയാണെന്നാണ് യാത്രക്കാരുടെ ആരോപണം.
ആമ്പല്ലൂർ അടിപ്പാത പണിയുമ്പോൾ നടക്കുന്ന നിർമ്മാണങ്ങൾ മൂലം പ്രാദേശികമായി ഉണ്ടാകുന്ന ജലനിർഗമന പ്രശ്നങ്ങളെപ്പറ്റി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നെന്മണിക്കര യൂണിറ്റ് നടത്തിയ പഠന റിപ്പോർട്ട് പ്രകാശനം ചെയ്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ പ്രകാശന കർമ്മം നിർവഹിച്ചു. പരിഷത്ത് ജില്ലാ പരിസരം കൺവീനർ ശശികുമാർ പള്ളിയിൽ മുഖ്യ പ്രഭാഷണം നടത്തി. KK അനീഷ് കുമാർ പഠനാവതരണം നടത്തി. നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഭദ്ര മനു, പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗം CP സജീവൻ, TN മുകുന്ദൻ, MK ബാബു, TM ശിഖാമണി, KK അനീഷ് കുമാർ, T ശ്രീനാഥ്, EK സത്യൻ, TA രജുഷ് എന്നിവർ പ്രസംഗിച്ചു. NHAIയും പ്രാദേശിക ഭരണ സംവിധാനങ്ങളും യോജിച്ച് ആസൂത്രിതമായി പ്രവർത്തിച്ച് ശാസ്ത്രീയമായി പഠനം നടത്തി നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ അടിപ്പാത നിർമ്മാണം അവസാനിക്കുമ്പോൾ പ്രളയബാധിത പ്രദേശമായ നെന്മണിക്കരയിലും ആമ്പല്ലൂരിലും വലിയ തോതിൽ ബാധിക്കുമെന്ന് യോഗം വിലയിരുത്തി. ചെങ്ങാലൂർ ശാന്തി നഗറിൽ കനാലിന്റെ വശം ഇടിഞ്ഞതോടെ സ്വകാര്യ വ്യക്തിയുടെ വീട്ടുമതിൽ തകർന്നു. ഐക്കരത്തറ ജിതിൻ തിലകന്റെ മതിലാണ് ഭാഗികമായി തകർന്നത്. തിങ്കളാഴ്ച രാവിലെയായിരുന്നു സംഭവം. എസ്എൻപുരം റോഡിൽ വരിക്കൽങ്ങാടി പ്രദേശത്ത് വെള്ളക്കെട്ട് മാറ്റുന്നതിനു വേണ്ടി 20 വർഷം മുൻപ് സ്വകാര്യ വ്യക്തികളുടെ പറമ്പിൽ കൂടി പഞ്ചായത്ത് നിർമ്മിച്ച കനാലിന്റെ ഒരു വശമാണ് ഇടിഞ്ഞത്. 20 വർഷമായിട്ടും അറ്റകുറ്റപ്പണികൾ നടത്താത്തതുകൊണ്ട് കനാൽ പല സ്ഥലങ്ങളിലും ശോച്യാവസ്ഥയിലാണെന്നാണ് നാട്ടുകാരുടെ പരാതി. കനാലിന് കാലാനുസൃതമായ രീതിയിൽ അറ്റകുറ്റപ്പണികൾ നടത്താത്തത് സ്വകാര്യ വ്യക്തികൾക്ക് ഏറെ ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നുണ്ട്. മഴക്കാലമായതോടെ കൊടകര വെള്ളിക്കുളങ്ങര പൊതുമരാമത്ത് റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷം. അധികൃതരുടെ അനാസ്ഥയെന്ന് നാട്ടുകാർ. മഴക്കാലമായതോടെ കോടശ്ശേരി മലയിൽ നിന്നും ആറേശ്വരം മലയിൽ നിന്നും കുത്തിയൊലിച്ചുണ്ടാകുന്ന വെള്ളക്കെട്ട് യാത്രക്കാർക്കും മറ്റത്തൂർ പഞ്ചായത്ത് നിവാസികൾക്കും ദുരിതമാകുന്നു. വെള്ളിക്കുളങ്ങര കൊടകര റോഡ് മലയോര പ്രദേശമായതിനാൽ അമിതമായ വെള്ളമാണ് റോഡിലേക്ക് ഒഴുകി വരുന്നത്. കാന വൃത്തിയാക്കൽ കൃത്യമായി നടക്കാത്ത കാരണം ഈ വരുന്ന വെള്ളം മുഴുവൻ റോഡിൽ കെട്ടിക്കിടക്കുകയും സ്വകാര്യ വ്യക്തികളുടെ വീട്ടുപറമ്പിലേക്ക് വെള്ളം ഒഴുകിക്കിടക്കുന്ന അവസ്ഥയാണെന്നും നാട്ടുകാർ പറയുന്നു. ഈ മഴക്കാലം വരുമ്പോൾ ഈ വെള്ളം ഇങ്ങോട്ട് അധികം കയറാതിരിക്കാൻ വേണ്ടി ഞങ്ങളിവിടെ ഒരു ഹമ്പ് പോലെ കെട്ടി. പക്ഷേ PWDക്കാർ അവിടെ ഒരു ചെറിയ തോട് പോലും ശരിയാക്കി തന്നു. പക്ഷെ അതുകൊണ്ടൊന്നും ഞങ്ങൾക്ക് നിവൃത്തിയായിട്ടില്ല. മഴ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെള്ളം മുഴുവൻ മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഈ കുത്തി ഒഴുകിയിട്ട് ഞങ്ങളുടെ മിറ്റത്തിൻ്റെ അവസ്ഥ ഇതാണ്. ഞങ്ങൾ എത്ര സിമെന്റ് കഴിഞ്ഞാലും മഴക്കാലമായി കഴിഞ്ഞാൽ ഇനി ഇതിലും കുഴിയാവും. ഇവിടെ വലിയൊരു കുഴി രൂപപ്പെട്ടിട്ട് ഞങ്ങൾക്ക് ചിലപ്പോൾ വണ്ടി എടുക്കാൻ തന്നെ പറ്റാറില്ല. ആ ഒരു അവസ്ഥയാണ്. പിന്നെ വെള്ളം ഇങ്ങനെ തെറിച്ച് മതിലെപ്പോഴും ഇടിയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. വളരെ ബുദ്ധിമുട്ടാണ്. ഇഴജന്തുക്കൾ, പാമ്പ്, എങ്ങനത്തെ പാമ്പ് അതൊന്നും പറയാൻ പറ്റില്ല. പല പ്രാവശ്യം ഞങ്ങളുടെ അയൽവക്കക്കാരെ വിളിച്ചിട്ട് അവർ തല്ലി കൊന്നിട്ടൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിൽ വേറെ ആരുമില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇത്തുപ്പാടം ആറേശ്വരം ഭാഗത്ത് KECB ഇലക്ട്രിക്കൽ പോസ്റ്റും വാട്ടർ അതോറിറ്റി പൈപ്പുകളും കൊണ്ടിട്ടിരിക്കുന്നതും 3 മുറി പെട്രോൾ പമ്പ് പരിസരത്ത് റോഡ് പണിയുടെ വേസ്റ്റ് മണ്ണ് കൂനയിട്ടിരിക്കുന്നതും കോടാലി ഓവുങ്ങൽ ജംഗ്ഷൻ സമീപത്ത് ഖാനകൾ സ്ലാബ് മാറ്റി വൃത്തിയാക്കാത്തതും വലിയ വെള്ളക്കെട്ടിന് കാരണമാകുന്നതായാണ് ആരോപണം. 3 മുറിയിൽ റോഡ് പണിക്ക് മുമ്പ് ഉണ്ടായിരുന്ന വേസ്റ്റ് മണ്ണുകൾ കൊണ്ട് അടിച്ചിട്ടിട്ട് അത് മാറ്റാതെ കിടക്കുന്നു. അങ്ങനെ പൈപ്പുകളും പോസ്റ്റുകളും മണ്ണുകളും മൺകൂരകളും ചെടികളും കാടുകളും വെട്ടാത്ത കാരണം വലിയ ദുരിതമാണ് മറ്റത്തൂരിലെ നിവാസികൾ അനുഭവിക്കുന്നത്. ഖാനകൾ വൃത്തിയാക്കിയും റോഡരികിലെ കുറ്റിക്കാടുകൾ വെട്ടിമാറ്റിയും KECB ഇലക്ട്രിക്കൽ പോസ്റ്റുകളും വാട്ടർ അതോറിറ്റി പൈപ്പുകളും നീക്കം ചെയ്ത് ജനങ്ങളുടെ ദുരിതത്തിന് പൊതുമരാമത്ത് പരിഹാരം കാണണമെന്ന് CPI മറ്റത്തൂർ ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. പഞ്ചായത്തിന്റെ മാലിന്യമുക്ത പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് തെറ്റിദ്ധാരണ പരത്തുന്നതായി മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി. മറ്റത്തൂർ പഞ്ചായത്തിൽ നടന്നുവരുന്ന മാതൃകാപരമായ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് തെറ്റായ പ്രചരണം നടക്കുന്നതായി മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി. വസ്തുതകൾ മനസ്സിലാക്കാതെയാണ് ഇത്തരം പ്രചരണം നടത്തുന്നതെന്നും പ്രസിഡന്റ് പറഞ്ഞു. 2023 മുതൽ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് എടുത്തിട്ടുള്ളൊരു തീരുമാനമായിരുന്നു നമ്മുടെ വലിയ തോടിനെ സംരക്ഷിക്കുക എന്നുള്ളത്. അപ്പൊ നമ്മുടെ 19 കിലോമീറ്റർ ആണ് വലിയ തോടിന്റെ നീളം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 15 കിലോമീറ്റർ 3 റീച്ചായിട്ടാണ് നമ്മളിപ്പോൾ വൃത്തിയാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ലാസ്റ്റ് റീച്ച് നമ്മുടെ മന്ദിരപ്പള്ളി ചാഴിക്കാട് വരെയാണ് എത്തിയിട്ടുള്ളത്. അപ്പൊ ഈ വലിയ തോട് വൃത്തിയാക്കിയതിന്റെ ഭാഗമായിട്ട് ടൺ കണക്കിന് മാലിന്യങ്ങളാണ് നമുക്ക് അതിന്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 30 ടൺ മാലിന്യമാണ് ലാസ്റ്റ് റീച്ച് ക്ലീൻ ആക്കിയപ്പോൾ നമുക്ക് ലഭ്യമായത്. മറ്റത്തൂർ പഞ്ചായത്തിലെ ജലസ്രോതസ്സുകളുടെ സംരക്ഷണത്തിന്റെ ഭാഗമായി വെള്ളിക്കുളം വലിയ തോട് വൃത്തിയാക്കിയപ്പോൾ നീക്കം ചെയ്തത് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ടൺ കണക്കിന് അജൈവ മാലിന്യമാണ്. 19 കിലോമീറ്റർ നീളമുള്ള തോടിന്റെ 15 കിലോമീറ്ററോളം 3 ഘട്ടങ്ങളിലായി നവീകരിച്ചു.
മൂന്നാം ഘട്ട നവീകരണത്തിന്റെ ഭാഗമായി മന്ദരപ്പള്ളി ചാഴിക്കാട് വരെയുള്ള ഭാഗമാണ് ഏറ്റവും ഒടുവിൽ വൃത്തിയാക്കിയത്. ഈ ഭാഗങ്ങളിലെ തോട്ടിൽ നിന്ന് മാത്രമായി 30 ടൺ അജൈവ മാലിന്യം നീക്കം ചെയ്തു. ഇങ്ങനെ നീക്കം ചെയ്ത മാലിന്യത്തിൽ ചളിയും വെള്ളവും കൂടിക്കലർന്നിട്ടുള്ളതിനാൽ MCFകളിൽ സംഭരിക്കാനാകാതെ വന്നപ്പോൾ 3 മുറിയിൽ പഞ്ചായത്ത് ഓഫീസിനു സമീപമുള്ള വിജനമായ പറമ്പിൽ താൽക്കാലികമായി സൂക്ഷിക്കുകയും ഇതിൽ 20 ടൺ ക്ലീൻ കേരള പദ്ധതിയിലേക്ക് കയറ്റിവിടുകയും ചെയ്തു. മഴ ശക്തമായതിനെ തുടർന്ന് ബാക്കി വന്ന 10 ടൺ മാലിന്യം നീക്കം ചെയ്യുന്ന പ്രവൃത്തിക്ക് സ്വാഭാവികമായ കാലതാമസം നേരിടുകയും തിങ്കളാഴ്ച ഉച്ചയോടെ ഈ 10 ടൺ മാലിന്യം പൂർണ്ണമായും ലോറിയിൽ കയറ്റി കൊണ്ടുപോവുകയും ചെയ്തതായി പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി പറഞ്ഞു. ഇത് വളരെ ചെളിയിൽ കുതിർന്ന് നമുക്കത് കൈകൊണ്ട് പോലും തൊടാൻ പറ്റാത്ത രീതിയിലുള്ള മാലിന്യങ്ങളാണ് കൂടുതലും ഇതിൽ നിന്ന് ലഭിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ലഭിച്ച 30 ടണ്ണില് നമ്മൾ 20 ടൺ മാലിന്യം നമ്മൾ കയറ്റി അയച്ചു. ബാക്കിയുള്ള 10 ടൺ മാലിന്യമാണ് നമുക്ക് ശക്തമായ മഴയെ തുടർന്ന് വണ്ടി എത്തുന്നതിൽ ഒരു താമസം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്ന് നമുക്കത് കൃത്യമായിട്ട് അത് കൈകാര്യം ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ചില വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഇത് വീടുകളിൽ നിന്നും നേരിട്ട് കൊണ്ടുവന്ന് സെഗ്രിഗേറ്റ് ചെയ്യാതെ നേരെ കൊണ്ടുവന്ന് ഇടുന്ന ഒരു മാലിന്യമാണ് എന്ന രീതിയിലാണ് പ്രചരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നവകേരളം ഒഴുകുന്ന അല്ലെങ്കിൽ തെളിനീരൊഴുകുന്ന നവകേരളം എന്ന രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജലാശയങ്ങളെ കൂടി നമ്മൾ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ചിലർ മാധ്യമങ്ങളിലൂടെ തെറ്റായ പ്രചരണം നടത്തുകയും വീടുകളിൽ നിന്ന് ശേഖരിച്ച മാലിന്യമാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നതെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തതായി പ്രസിഡന്റ് പറഞ്ഞു. അജൈവ മാലിന്യം കൈകാര്യം ചെയ്യുന്നതിൽ പഞ്ചായത്ത് മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തിവരുന്നതെന്നും ഇതിനായി 2 MCFകൾ പ്രവർത്തിച്ചു വരുന്നതായും അശ്വതി ബിബി കൂട്ടിച്ചേർത്തു. പഞ്ചായത്തിന്റെ മാലിന്യമുക്ത പദ്ധതികളോട് പൊതുജനങ്ങൾ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച പ്രസിഡന്റ് ജലസ്രോതസ്സുകളിലും പൊതുസ്ഥലങ്ങളിലും മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി. കേരള കാർഷിക സർവകലാശാല ഉൾപ്പെടെയുള്ള ഗ്രാന്റ് ഇൻ എയ്ഡ് സ്ഥാപനങ്ങളിൽ നിന്നും വിരമിച്ചവർക്ക് പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കണമെന്നും ക്ഷാമാശ്വാസ കുടിശ്ശിക വിതരണം ചെയ്യണമെന്നും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര യൂണിറ്റ് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കൺവെൻഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് പി തങ്കം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KS സതീശൻ അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം KM ശിവരാമൻ മുഖ്യപ്രഭാഷണം നടത്തി. AV ജോൺസൺ, T ബാലകൃഷ്ണ മേനോൻ, KV രാമകൃഷ്ണൻ, TA വേലായുധൻ, TS സുബ്രഹ്മണ്യൻ, ശിവദാസൻ കുഴിക്കാട്ടിൽ, PG ഗിരിജകുമാരി, KI പുരുഷോത്തമൻ എന്നിവർ പ്രസംഗിച്ചു. മുരിയാട് ഗ്രാമപഞ്ചായത്ത് ഞാറ്റുവേല മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക ഘോഷയാത്ര സംഘടിപ്പിച്ചു. മുരിയാട് അണ്ടിക്കമ്പനി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് സമാപിച്ച ഘോഷയാത്രയ്ക്ക് തെയ്യവും മേളവും 100 ദിന പദ്ധതികളുടെ പ്രഘോഷണവും മിഴിവേകി. പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി, രതി ഗോപി, സരിത സുരേഷ്, KU വിജയൻ, ശ്രീജിത്ത് പട്ടത്ത്, കൃഷി ഓഫീസർ അഞ്ജു ബി നായർ, സെക്രട്ടറി KB ജോഷി, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ജീവധാര നൂതന പദ്ധതിയുടെ ഭാഗമായി മുരിയാട് പഞ്ചായത്തിന്റെ ഷീ ഹെൽത്ത് ചോരയ്ക്ക് ചീര പദ്ധതിക്ക് തുടക്കം. ഞാറ്റുവേല മഹോത്സവ വേദിയിൽ 18 ഇനം ചീരവിത്ത് പരിചയപ്പെടുത്തുകയും വിതരണം ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് പദ്ധതിക്ക് പ്രാരംഭം കുറിച്ചത്. മില്ലറ്റ് പാചക പരിശീലനവും പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. മുരിയാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ തോമസ് തുകലത്ത്, നിജി വത്സൻ, റോസ്മി ജയേഷ്, മണി സജയൻ, നിത അർജുനൻ, കൃഷി ഓഫീസർ ഡോക്ടർ അഞ്ജു ബി രാജ്, ICDS സൂപ്പർവൈസർ അൻസ എബ്രഹാം എന്നിവർ പ്രസംഗിച്ചു. ഡോക്ടർ കേസരി ക്ലാസ് നയിച്ചു. ചോരയ്ക്ക് ചീര വിത്ത് ഗുണഭോക്താക്കളും മില്ലറ്റ് പാചക പരിശീലന ഗുണഭോക്താക്കളും പങ്കെടുത്തു. ജനതാദൾ എസ് പുതുക്കാട് നിയോജക മണ്ഡലം കൺവെൻഷൻ കല്ലൂരിൽ സംഘടിപ്പിച്ചു. ന്യൂനപക്ഷ സംസ്ഥാന പ്രസിഡന്റ് റഹീം പള്ളത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഫ്രാൻസിസ് പാലത്തിങ്കൽ അധ്യക്ഷനായി. ജനതാദൾ എസ് ജില്ലാ പ്രസിഡന്റ് CT ജോഫി മുഖ്യ പ്രഭാഷണം നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ രാഘവൻ മുളങ്ങാടൻ, ജോൺ വാഴപ്പിള്ളി, പ്രീജു ആന്റണി, ഷൺമുഖൻ വടക്കുംപറമ്പിൽ, K രഞ്ജിത്ത്, രഘു തണ്ടാശ്ശേരി, ഷാജിദ നസീർ, ബേബി നെന്മണിക്കര, P പ്രസാദ് എന്നിവർ പ്രസംഗിച്ചു. മലയോര പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന വന്യജീവി ആക്രമണങ്ങൾ തടയാനും കർഷകരുടെ പട്ടയ വിതരണത്തിനും പ്രളയത്തിൽ കൃഷി നശിച്ചവർക്കുള്ള സഹായത്തിനും അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് യോഗം പ്രമേയം വഴി ആവശ്യപ്പെട്ടു. മുരിയാട് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി മുൻ പ്രസിഡന്റുമായ VK ബാലകൃഷ്ണന്റെ നിര്യാണത്തിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി അനുശോചന യോഗം നടത്തി.
പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ചിറ്റിലപ്പിള്ളി അധ്യക്ഷത വഹിച്ചു. മുൻ ഗവൺമെന്റ് ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത്, CPM ലോക്കൽ സെക്രട്ടറി PR ബാലൻ, BJP മണ്ഡലം പ്രസിഡന്റ് രവിചന്ദ്രൻ വടക്കൂട്ട്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാജു പാറേക്കാടൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ശ്രീജിത്ത് പട്ടത്ത് എന്നിവർ പ്രസംഗിച്ചു. സാമൂഹിക പ്രവർത്തകനും PDP സംസ്ഥാന കൌൺസിൽ അംഗവുമായ അംജദ് ഖാൻ പാലപ്പിള്ളിയുടെ നിര്യാണത്തിൽ PDP അനുശോചന യോഗം നടത്തി. PDP മണ്ഡലം പ്രസിഡന്റ് ശിഹാബ് പെരുവാൻകുഴിയിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം EK സദാശിവൻ, കോൺഗ്രസ് വരന്തരപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് EA ഓമന, PDP ചെയർമാൻ അബ്ദുൽ നാസർ മദനിയുടെ മകൻ അഡ്വക്കേറ്റ് സലാഹുദ്ദീൻ അയ്യൂബി എന്നിവർ അംജദ് ഖാൻ പാലപ്പിള്ളിയെ അനുസ്മരിച്ചു. PDP കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ TM മജീദ് ചേർപ്പ്, മൈലക്കാട് ഷാ, TA മുജീബ് റഹ്മാൻ, എറണാകുളം ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് വാഴക്കാല, ജില്ലാ സെക്രട്ടറി മുസ്തഫ പുലിക്കണ്ണി, CPM ലോക്കൽ സെക്രട്ടറി അലി പടിക്കമണ്ണിൽ, മാടക്കൽ മജീദ്, നിസാമുദ്ദീൻ നദവി, അഷ്റഫ് സഅദി, മുനീർ സാഹിബ്, സലീം ഹംസ കൊളക്കാട്ടിൽ, അബ്ദുൽ ഗഫൂർ, PDP നേതാക്കളായ സൈനുദ്ദീൻ കൊടകര, നാസർ പള്ളിക്കലകത്ത്, നജീബ് വെണ്ണൂറാൻ, സിദ്ദിഖ് ആലുങ്ങൽ, ഫിറോസ് തോട്ടപ്പിടി എന്നിവർ പ്രസംഗിച്ചു. കുട്ടികൾ നിർമ്മിച്ച ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടത്തി പുതുക്കാട് മേരിമാത ICSE ആൻഡ് ISC സ്കൂൾ. ജനാധിപത്യ പ്രക്രിയകളെ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. പൊതു തെരഞ്ഞെടുപ്പ് മാതൃകയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ മുഖേന നടത്തിയ തെരഞ്ഞെടുപ്പിൽ വിദ്യാർത്ഥികൾ തങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രതിനിധികളെ തെരഞ്ഞെടുത്തു. വോട്ടെടുപ്പ് പെരുമാറ്റം ചട്ടങ്ങൾ കൃത്യമായി പാലിച്ച് മാതൃകാപരമായ രീതിയിലായിരുന്നു തെരഞ്ഞെടുപ്പ്. 12ാം ക്ലാസ് വരെയുള്ള എല്ലാ വിദ്യാർത്ഥികളും വോട്ട് രേഖപ്പെടുത്തി. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ സാലി തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചു. VR ദാമോദരൻ എൻഡോമെന്റ് വിതരണം ചെയ്തു. VR ദാമോദരൻ എൻഡോമെന്റ് ട്രേഡ് യൂണിയൻ നേതാവ് PG വാസുദേവൻ നായർ ഏറ്റുവാങ്ങി. അനുസ്മരണ സമ്മേളനം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ KM ബാബു അധ്യക്ഷനായിരുന്നു. NN ദിവാകരൻ, KA സുരേഷ്, KM വാസുദേവൻ, ഷീല മനോഹരൻ, തലോർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് AG ഷൈജു, സംഘാടക സമിതി കൺവീനർ KA അനിൽകുമാർ, ശരത് ശങ്കർ എന്നിവർ പ്രസംഗിച്ചു. VRന്റെ മക്കൾ ബീനയും പ്രീതയും കുടുംബാംഗങ്ങളും യോഗത്തിൽ സംബന്ധിച്ചു. SSLC +2 പരീക്ഷയിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. വരന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ അന്താരാഷ്ട്ര യോഗ ദിനവും സംഗീത ദിനവും ആചരിച്ചു. യോഗ ഇൻസ്ട്രക്ടർ സുശീല ഗോപിനാഥൻ ഉദ്ഘാടനം ചെയ്തു. അധ്യാപികയായ അനുശ്രീ അയ്യപ്പന്റെ സംഗീത കച്ചേരിയും സ്കൂൾ കുട്ടികളുടെ വിവിധ യോഗാസന പ്രകടനങ്ങളും പരിപാടിയിലുണ്ടായിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ K രമാദേവി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രിൻസിപ്പൽ MK ഷീജ, അധ്യാപകരായ AA അനൂജ, KR സീന, പ്രോഗ്രാം കോർഡിനേറ്റർ MS രമ്യ എന്നിവർ പ്രസംഗിച്ചു. മഹാത്മാഗാന്ധി സർവകലാശാല സ്കൂൾ ഓഫ് ലെറ്റേഴ്സിൽ നിന്ന് MA മലയാളത്തിൽ 2ാം റാങ്ക് ലഭിച്ച K ഹരിതയെ യൂത്ത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റി ആദരിച്ചു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉപഹാരം നൽകി ആദരിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രതീഷ് പണ്ടാരത്തിൽ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലൂപ്പറമ്പിൽ, കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ലിൻഡോ പള്ളിപ്പറമ്പൻ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി നൈജോ ആൻഡോ, കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് രഞ്ജിത്ത് കൈപ്പിള്ളി, ബ്ലോക്ക് സെക്രട്ടറി സജീവൻ കൈപ്പിള്ളി, യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ലിനോ മൈക്കിൾ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിമാരായ ജൈനി സിജോ, സിന്ധു പ്രഭാകരൻ, ആദിൽ ഹുസൈൻ, ജെറിൻ മൽപ്പാൻ, ശിവൻ വാസുപുരം, അനഗ് ജഗജീവൻ, KS അഞ്ചൽ എന്നിവർ പ്രസംഗിച്ചു. വാർഡ് പ്രസിഡന്റ് CB വാസുപുരം, കോൺഗ്രസ് പ്രവർത്തകരായ ദിനേശ് പുതുവത്ത്, രാജേഷ് ജോർജ് തെക്കൻ, അലൂഷ്യ ഗിൽ എന്നിവർ നേതൃത്വം നൽകി. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ ചാലക്കുടി താലൂക്ക് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട NS വിദ്യാധരൻ, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട EH സഹീർ എന്നിവർക്ക് മറ്റത്തൂർ ഗ്രന്ഥശാല നേതൃസമിതി സ്വീകരണം നൽകി. കോടാലിയിൽ സംഘടിപ്പിച്ച സ്വീകരണ യോഗം മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാല നേതൃസമിതി കൺവീനർ ഹക്കീം കള്ളിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ചുങ്കാൽ ഗ്രാമീണ വായനശാല സെക്രട്ടറി വിജിത് വർഗീസ്, കോടാലി ഗ്രാമീണ വായനശാല സെക്രട്ടറി IB ഹിതേഷ്, സീതാകുമാരൻ എന്നിവർ പ്രസംഗിച്ചു. ആമ്പല്ലൂർ കുണ്ടുക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷം വ്യാഴാഴ്ച നടക്കുന്നു. രാവിലെ 9-ന് ശ്രീഭൂതബലി, 11-ന് പ്രസാദഊട്ട്, ദീപാരാധനയ്ക്കു ശേഷം എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും. മേളത്തിന് കേളത്ത് സുന്ദരന്മാരാർ പ്രാമാണികനാകും. ഇനി കാണാം ഇൻഫോടോക്ക്.
ആഗോളതലത്തിൽ മരണകാരണമാകുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളിലൊന്നാണ് ഹൃദ്രോഗം. നിരവധി പേരെയാണ് ഇന്ന് ഹൃദ്രോഗം ബാധിക്കുന്നത്. ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നത് ഹൃദ്രോഗ സാധ്യത ഒരു പരിധിവരെ തടയാൻ സഹായിക്കും. ഏതൊക്കെയാണ് ആ ശീലങ്ങൾ എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഇൻഫോടോക്കിൽ പറയുന്നത്. ഭക്ഷണം കഴിച്ച ശേഷം 10 മിനിറ്റ് നേരം നടത്തം ശീലമാക്കുന്നതാണ് ആദ്യത്തേതെന്ന് പറയുന്നത്. ഭക്ഷണത്തിന് ശേഷം നടക്കുന്നത് വീക്കം കുറയ്ക്കുകയും ശരീരത്തിലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുകയും ചെയ്യുമെന്ന് പഠനങ്ങൾ പറയുന്നു. പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണം അല്ലെങ്കിൽ അത്താഴം എന്നിവ കഴിച്ചതിന് ശേഷം 10 മിനിറ്റ് നേരിയ നടത്തം ഏതെങ്കിലും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കും. ഉറക്കക്കുറവ് ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. ഉറക്കമില്ലായ്മ ശരീരത്തിന്റെ സമ്മർദ്ദ നിയന്ത്രണം, രക്തസമ്മർദ്ദം, വീക്കം എന്നിവയുടെ അളവ് തടസ്സപ്പെടുത്തുന്നു. കുറഞ്ഞത് 7-8 മണിക്കൂർ ഉറക്കം ലഭിക്കുന്നത് ശരീരത്തിന് അനുയോജ്യമാണ്. പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ഭക്ഷണം ചൂടാക്കുകയോ സൂക്ഷിക്കുകയോ ചെയ്യുന്നത് നല്ല ശീലമല്ല. പ്ലാസ്റ്റിക് ഹോർമോണുകളെ തടസ്സപ്പെടുത്തുകയും ശരീരത്തിൽ വീക്കം ഉണ്ടാക്കുകയും ചെയ്യുന്ന ദോഷകരമായ രാസവസ്തുക്കൾ പുറത്തുവിടുന്നു. പ്ലാസ്റ്റിക് മാറ്റി ഗ്ലാസ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങൾ ഉപയോഗിക്കുക. ആരോഗ്യകരമായ അരക്കെട്ടും ശരീരഭാരവും നിലനിർത്തുന്നത് ഹൃദയ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. നേരിയ ഭാരം കുറയുന്നത് പോലും മൊത്തത്തിലുള്ള ഹൃദയാരോഗ്യത്തിൽ കാര്യമായ വ്യത്യാസം വരുത്തും. ഹൃദ്രോഗം ഒരു രാത്രി കൊണ്ട് വരുന്ന ഒന്നല്ല. നിങ്ങൾ എന്ത് കഴിക്കുന്നു, എങ്ങനെ വ്യായാമം ചെയ്യുന്നു, എങ്ങനെ വിശ്രമിക്കുന്നു എന്നിവയെക്കുറിച്ചുള്ള ദൈനംദിന തീരുമാനങ്ങളിലൂടെയാണ് ഇത് രൂപപ്പെടുന്നത്. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. മനക്കുളങ്ങര പുലിപ്പാറക്കുന്ന് GWLP സ്കൂളിൽ ജൂലൈ 1 മുതൽ ആരംഭിക്കുന്ന LPST താൽക്കാലിക ഒഴിവിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് ജൂൺ 28 രാവിലെ 10:30 ഇന്റർവ്യൂ നടത്തുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി പങ്കെടുക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 048027244469. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി നടക്കുന്ന ഗൾഫ് തൊഴിൽ മേളയോടനുബന്ധിച്ച് ഗൾഫ് ജോലികൾക്കുള്ള അപേക്ഷകൾ ജൂൺ 28 11 മണി മുതൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് ജോബ് ഫെയർ കൊടകര ബ്ലോക്ക് തല കൺവീനർ KM ചന്ദ്രൻ അറിയിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9230 രൂപ, പവന് 73,840 രൂപ. പറപ്പൂക്കര മുത്രത്തിക്കര പൊന്തോക്കൻ ആഗസ്തി ബാബു അന്തരിച്ചു. 52 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പുതുക്കാട് കുളങ്ങര പുളിക്കൻ അന്തോണി ഭാര്യ ആനി അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് പുതുക്കാട് സെന്റ് ആന്റണീസ് പള്ളിയിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൌക്കത്തിന് ജയം. 11,077 വോട്ടിന്റെ ഭൂരിപക്ഷം. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ദേശീയപാത ആമ്പല്ലൂരിൽ വൻ ഗതാഗതക്കുരുക്ക്. തിങ്കളാഴ്ച രാവിലെയും വാഹനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്ന അവസ്ഥ. ചെങ്ങാലൂർ ശാന്തിനഗറിൽ കനാലിന്റെ വശം ഇടിഞ്ഞതോടെ സ്വകാര്യ വ്യക്തിയുടെ വീട്ടുമതിൽ തകർന്നു. മഴക്കാലമായതോടെ കൊടകര വെള്ളിക്കുളങ്ങര പൊതുമരാമത്ത് റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷം. അധികൃതരുടെ അനാസ്ഥയാണെന്ന് നാട്ടുകാർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.